അപ്പൊ നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ കണ്ട പോലെയുള്ള പ്രശ്നം എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ചില ദിവസം നമ്മൾ രാവിലെ നല്ല വെയിലാകരം, ഇടയിലായിരിക്കും മഴ പെയ്യുന്നുണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താകരം മഴ പെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, തുണിയൊക്കെ ചിലപ്പോൾ ഉണക്കാൻ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ചിലപ്പോൾ മഴ ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ തുണി ഉണക്കാൻ ഇട്ടത് ഓർമ്മ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ ജോലിയിലാകരം. അപ്പൊ എന്ത് ചെയ്യും, ചിലപ്പോൾ തുണികളൊക്കെ നനയും. അപ്പൊ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചെറിയ പ്രോജക്റ്റ് ആണ് നമ്മൾ ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ബേസിക് ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഒരു അയൽ സെറ്റ് ചെയ്യും. അയൽ സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്കുമ്പോൾ നമ്മളൊരു മോട്ടർ ഫിക്സ് ചെയ്യും. ആ മോട്ടറിന് ഒരു കെയർ റോൾ ചെയ്യാനാണ് നമുക്ക് പ്ലാൻ. അപ്പോൾ കെയർ റോൾ ചെയ്യാൻ സെറ്റപ്പ് നമുക്ക് ചെയ്തെടുക്കണം. സോ നമ്മൾ കെയർ റോൾ ചെയ്തതിന് ശേഷം അതിന് മറ്റേ എൻഡിൽ നമ്മളൊരു വെയിറ്റ് സെറ്റ് ചെയ്യും. കാരണം ആ കെയർ സ്ട്രൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു വെയിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ ആ ഒരു കെയറിന് ഒരു ഷീറ്റ് സെറ്റ് ചെയ്യും. അപ്പോൾ ആ ഷീറ്റിൻ്റെ ഒരു എൻഡ് നമ്മൾ ഈ ഒരു കെയറുമ്പോൾ ഫിക്സ് ചെയ്യും. മറ്റേ എൻഡ് നമ്മൾ കോൺസ്റ്റൻ്റായി നിൽക്കുന്ന വേറെ ഏതെങ്കിലും അതായത് സ്റ്റില്ലായി നിൽക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഫിക്സ് ചെയ്യും. അതിനൊന്നെങ്കിൽ താഴെ ഒരു കെയറുമല്ലോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ലെഗമല്ലോ നമ്മൾ ഫിക്സ് ചെയ്യാനാണ് പ്ലാന്. സോ വൺസ് ആ ഒരു മോട്ടർ കറങ്ങുമ്പോൾ ആ ഷീറ്റ് മൂവ് ആവുന്ന രീതിയിൽ സെറ്റപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ആ ഷീറ്റ് ഫുള്ളായിട്ട് അടയുന്ന രീതിയിലും, അതുപോലെ മഴ നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഷീറ്റ് തുറക്കുന്ന രീതിയിലൊരു സെറ്റപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ പ്രോഗ്രാമിങ് അതുപോലെ തന്നെ സർക്യൂട്ടും വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. പ്രോഗ്രാമിങ് സർക്യൂട്ടും വളരെ സിമ്പിളാണ്. കാരണം നമ്മളിതിലാകെ ഒരു സെൻസറും അതുപോലെ തന്നെ ഒരു മോട്ടർ, അതുപോലെ ആ മോട്ടർ കൺട്രോളറും മോട്ടർ ഡ്രൈവറും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമും സർക്യൂട്ടും ആയിരുന്നു. അപ്പോൾ ഒരു പ്രോഗ്രാമും സർക്യൂട്ടും വെച്ച് നമ്മൾ ആദ്യം നമ്മുടെ സാധനം ടെസ്റ്റ് ചെയ്ത ടൈമിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന 2 പ്രോബ്ലംസ് ഉണ്ട്. ഒന്നാമത്തെ പ്രോബ്ലമാണ് ഈ കെയർ നമ്മൾ റോൾ ചെയ്യുന്ന ടൈമിന് പുറത്തേക്ക് ചാടി പോകുന്ന ഒരു പ്രശ്നം. അപ്പം അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3D മോഡൽ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ പിന്നെ കണ്ട ഒരു പ്രശ്നമാണ് ആ ഒരു ഷാഫ്റ്റിലേക്ക് കെയർ കുടുങ്ങിയിട്ട് മോട്ടർ കറങ്ങാതെ ഇരിക്കുന്ന ഒരു ലോക്കായി പോകുന്നൊരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2 3D മോഡൽ സെറ്റ് ചെയ്തു. ആൻഡ് ഓൾസോ പിന്നെ വേറെ സംഭവം നമ്മൾ ഫേസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഷീറ്റ് റോൾ ചെയ്യുമ്പോൾ ആ ഒരു ഷാഫ്റ്റിലേക്ക് കുടുങ്ങി പോകുന്ന ഒരു പ്രശ്നം ഫേസ് ചെയ്തു. അപ്പോൾ അതൊക്കെ പാടെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 തെരഞ്ഞെടുപ്പിനാണ് ചെയ്തത്. അതിൽ ഒന്ന് നമുക്ക് ആദ്യം തന്നെ പൊട്ടിപ്പോയി. സോ അതിന് പകരമായിട്ട് നമ്മളൊരു ടയറിന് ചെറിയൊരു ഹോളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കണ്ട് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ സ്ക്രൂ ചെയ്ത് വെച്ചു. പിന്നെ താഴെ ഭാഗത്തുള്ളത് നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ എടുത്തതാണ്. അതിലും നമുക്ക് ചെറിയൊരു ഫെയിലിയർ പറ്റിപ്പോയി. അതിൻ്റെ ഒരു ലെഗ്, അതായത് ഒരു കാല് അതിൽ നിന്ന് പൊട്ടിപ്പോയി. സോ അതിന് പകരം നമ്മൾ ചെറിയൊരു ഒട്ടുപണി ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ ഒരു ചെറിയ ക്ലിപ്പ് നമ്മളവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ആ ഷീറ്റ് ഉള്ളിലേക്ക് കുടുങ്ങി പോകാതൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പം ഇതാണ് നമ്മൾ ചെയ്തെടുത്ത 3D മോഡൽ വരുന്നത്. ഇതാണ് നമ്മുടെ സർക്യൂട്ട് നമ്മളിപ്പോൾ ചുമരുമ്പിൽ വെച്ചിക്കാണ്, ഇവിടെ ഒട്ടിച്ച് വെച്ചിക്കാണ്. മോട്ടർ ഡ്രൈവർ ഉണ്ട്, റെയിൻ സെൻസർ ഉണ്ട്, നോഡ് MCU ഉണ്ട്. ആദ്യം അർഡുയിനോ ആയിരുന്നു, അതൊന്ന് കത്തിപ്പോയി. ഇപ്പോൾ ഇവിടെയാണ് നമ്മളെ മോട്ടർ വെച്ചിട്ടുള്ളത്. ഇവിടെ 2 3D മോഡൽ ഉണ്ടായിരുന്നു. ഇതൊരു 3D മോഡൽ, ഇവിടെ ഒന്നുണ്ടായിരുന്നു, പക്ഷെ അത് ഡാമേജ് ആയിപ്പോയി. ഇതാണ് റെയിൻ സെൻസർ ഇപ്പോൾ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു 3D മോഡലിന് ഇവിടെ ഒരു കോലും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ അതും ഡാമേജ് ആയി. അതിന് പകരം ഇപ്പോൾ ഒരു ക്ലിപ്പാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ വെയിറ്റിന് ഒരു കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചേക്കാണ്. ഇവിടെ ഡ്രസ്സ് ഉണക്കിയിട്ടുണ്ട്. നമ്മൾ മഴക്ക് പകരം ഈ സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രെയിൻ സെൻസറിലോട്ട് ആ സ്പ്രേ ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ദാർപ്പായി അടയുന്നുണ്ട്. അതനുസരിച്ച് വെയിറ്റ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം കംപ്ലീറ്റ് അടഞ്ഞു. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നിർത്തി. അപ്പോൾ എന്താണ്, മഴ ഇല്ല എന്നുള്ള ഒരു കണ്ടീഷനിലെത്തി. അപ്പോൾ ഇനി ഇത് ഓട്ടോമാറ്റിക് ഓപ്പൺ ആവാണ്. ആ വെയിറ്റ് മുകളിലോട്ട് വരുന്നുണ്ട്. അത് ആ കയറ് മോട്ടറിലോട്ട് ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ മുന്നത്തെ ആനിമേഷനിൽ കണ്ട പോലെ തന്നെയാണ് വർക്കിംഗ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം, നമ്മുടെ ഷീറ്റ് ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കും. നമ്മൾ അത്യാവശ്യം എഫേർട്ട് ചെയ്തൊരു വീഡിയോ ആണ്. മെയിൻലി നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് മഴത്തിരുന്നാണ് ചെയ്തത്. മെയിൻലി നമ്മൾ ആ ഒരു സെറ്റപ്പ്, നമ്മൾ ആ അയലിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ പുറത്ത് വെച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ പ്രോജക്റ്റ് പുറത്തിരുന്നാണ് ചെയ്തത്. സോ മഴൻ്റെയും കാര്യങ്ങളിലായിട്ട് കുറേ അധികം പ്രശ്നങ്ങളുണ്ടായി. മെയിൻലി നമ്മളെ ആർഡിനോ ബോർഡും അതുപോലെ തന്നെ ഒരു മോട്ടർ ഡ്രൈവർ നമ്മളത് വെള്ളം തട്ടിയത് കാരണം അടിച്ചു പോവുകയും ചെയ്തു.
സോ അത്രയും എഫേർട്ട് ചെയ്തൊരു വീഡിയോ ആണ്. സോ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഹെൽപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്മളെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. താഴെ നമ്മളെ കോൺടാക്ട് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു.